ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല മാതൃകയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നല്ല മാതൃകയിൽ നമ്മുടെ രൂപതയിലെ ഏതെങ്കിലും മാതൃകാപരമായ സംഘടനയോ പ്രസ്ഥാനമോ വ്യക്തികളോ ഒന്നുമല്ല പരിഗണനാ വിഷയമാകുന്നത്. മറിച്ച് പരമ്പരാഗതമായി നമ്മളെല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്ന നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഭാഗമായ ഒരു നല്ല മാതൃക നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ക്രിസ്മസിൻ്റെ ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 25 നോമ്പിലൂടെ പിറവി തിരുനാളിന് വേണ്ടി ആത്മീയമായി നാം ഒരുങ്ങുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഈ ആത്മീയ പരിസരത്ത്, ക്രിസ്മസിൻ്റെ പരിസരങ്ങളിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഒക്കെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ മറക്കാതെ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ഒരു പ്രതീകമുണ്ട്, ഒരു നല്ല മാതൃകയുണ്ട്. അത് മറ്റൊന്നുമല്ല, നക്ഷത്രമാണ്. നക്ഷത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന മനോഹരമായിട്ടുള്ള ചില ചിന്തകളും ചില ബോധ്യങ്ങളുമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ പൂജരാജാക്കന്മാർക്ക് വഴിതെളിച്ചു കൊണ്ടുപോകുന്നൊരു നക്ഷത്രമുണ്ട്. ഈശോയിങ്കിലേക്ക്, അല്ലെങ്കിൽ പുൽത്തൊഴുത്തിലേക്ക് ആ നക്ഷത്രം അവരെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. ആ നക്ഷത്രത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് കാലങ്ങളിൽ നമ്മൾ നമ്മുടെ വീട്ടിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ പരിസരങ്ങളിലുമൊക്കെ നക്ഷത്രവിളക്ക് തൂക്കുന്നതിൻ്റെ അർത്ഥം. അത് ഒരു നല്ല മാതൃകയാണ്. ഈശോയെ ലോകത്തിലേക്ക് ക്ഷണിക്കാനും ഈശോയിങ്കിലേക്ക് നമുക്ക് ചെല്ലാനുമുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ അടയാളം. നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ഒരു നക്ഷത്രവിളക്കുണ്ടാകുക എന്ന് നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് ഉറപ്പുവരുത്താം. നമ്മളെല്ലാവരും ഇത് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇതൊരു നല്ല മാതൃകയായി ഓർമ്മപ്പെടുത്താൻ കാരണം, നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ചില പാരമ്പര്യങ്ങളും നല്ല മാതൃകകളും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ മറന്നു പോവുകയോ അവഗണിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ദൗർഭാഗ്യവശാൽ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് ഈ നല്ല മാതൃകയെ നമ്മൾ മറക്കരുത് എന്ന് പറയാൻ കാരണമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെ ക്രിസ്മസിൻ്റെ പ്രതീകമായി ഒരു നക്ഷത്രവിളക്ക് തൂക്കുന്ന നല്ല മാതൃക നമുക്ക് മറക്കാതിരിക്കാം.